നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. പ്രകൃതിയുടെ അടിസ്ഥാന 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം. ഈ ആകർഷണ നിയമം എങ്ങനെ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീഫ്. ആത്മവിശ്വാസവും സ്വയത്തിലുള്ള വിശ്വാസവും. നമ്മൾ ഇടപെടുന്ന ക്ലയൻസ്, ഉപഭോക്താക്കളായിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഏത് നിലയിലുള്ള വൈബ്രേഷൻ ആണോ സൃഷ്ടിക്കുന്നത്, നമ്മളിലുള്ള അതേ ആത്മവിശ്വാസം, നമുക്ക് അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി അവരോട് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അതേ ലെവലിലുള്ള വൈബ്രേഷനിലായിരിക്കും അവർ നമ്മളോട് ഇടപെടുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം നിലനിൽക്കുന്നില്ല എന്ന് നമ്മുടെ ഉപഭോക്താവിന് ബോധ്യപ്പെടുവാണെങ്കിൽ അവർ നമ്മളിലേക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ആകുവാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പം വളരെയധികം ആത്മവിശ്വാസവും നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം, നമ്മുടെ പ്രോഡക്ട്സിലൊരു വിശ്വാസം ഉണ്ടാവണം. ഈ കസ്റ്റമർ നമ്മളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും, നമ്മളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. അവരിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കച്ചവടം നടക്കുകയും നമ്മുടെ ആത്മവിശ്വാസം ക്ലയൻസിലേക്ക് എത്തുകയും അവർ കൂടുതൽ സന്തുഷ്ടരാകുകയും കൂടുതൽ പർച്ചേസിലേക്ക് അവർ കടക്കുകയും ചെയ്യും. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക. പലപ്പോഴും നമുക്കറിയാം, കസ്റ്റമേഴ്സുമായിട്ട് നമ്മുടെ സെയിൽസ് പീപ്പിൾ ഇടപെടുമ്പോൾ നമ്മൾ ഒരിക്കലും വൺ ടൈം പർച്ചേസിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. നമുക്ക് വേണ്ടത് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ സെല്ലിങ്ങിൽ നമ്മൾ അവരുമായിട്ട് ഡീല് ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നു. നമ്മുടെ സെയിൽസ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്ന ആ A to Z പ്രൊസീജിയറിനകത്ത് ബിഗിനിങ് ടു എൻഡ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എപ്പോഴും അവരോട് നന്ദിയുള്ളവരായിരിക്കണം. തീർച്ചയായിട്ടും ഈ പറയുന്ന സെയിൽസ് നടക്കണമെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പേയ്മെന്റ് തരുന്ന അല്ലെങ്കിൽ സെയിൽസ് പീപ്പിൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മളെ റൺ ചെയ്യിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നത് ഈ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവരോട് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അവരോട് നന്ദി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നന്ദി അവർക്ക് നമ്മളോട് ഉണ്ടാവുകയും തീർച്ചയായിട്ടും അവർ നമ്മളിലേക്ക് റഫറലുകൾ തരികയും ചെയ്യും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം കൂടിയാണ്. ഇത് പാലിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരേക്കും നന്ദി, നമസ്കാരം.